ആ അമ്മാവിന് വേണ്ടി പൈസ ഞാൻ വാങ്ങിച്ചാ തമിഴത്തി കൊച്ചിന്റെ അടുത്തുനിന്നാ. അതിന് വേറെ അവളിപ്പോ എന്റെ അടുത്ത് എന്താ ചോദിക്കുന്നതെന്ന് അറിയോ? എന്തോ ചോദിക്കണേ? ഞാൻ അവൾക്ക് വേണ്ടി ആ പവിയുടെ അടുത്ത് ഇഷ്ടമാന്ന് പോയി പറയണെന്ന്. മോള് പവിയുടെ അടുത്ത് അവൾക്ക് വേണ്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞ അവക്കൊന്നും ഗുണം? അതല്ല അമ്മാവാ, അവൾക്ക് അവൻ ഇഷ്ടമാന്ന് എന്നാ അവൾക്ക് അത് പോയി പറയാൻ പേടിയും. അതുകൊണ്ട് അവൾക്ക് പകരം ഞാൻ അവന്റെ അടുത്ത് പോയി പറയണം അവൾക്ക് അവൻ ഇഷ്ടമാന്ന്. ഇത്രേ ഉള്ള സിമ്പിൾ. മോളെ പോയി പറഞ്ഞാ പോരെ, ഇങ്ങോട്ട് നിനക്ക് നിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നങ്ങ് പറഞ്ഞാ പോരെ, തീർന്നില്ലേ? എന്റെ അമ്മാവ എന്നെ ഈ പരിപാടിക്കൊന്നും കിട്ടത്തില്ല. അതെന്ത്? അമ്മാവൻ അറിയാലോ ഈ ലവ് സ്റ്റോറിന്ന്. ഓ എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് പറയാം. ഡേ ആ തമിഴത്ത് കൊച്ചിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ പ്രേമിക്കണം, കല്യാണം കഴിക്കണമെന്ന് പറയാം. സിമ്പിൾ, അത്രയും പോരെ? ആ പറയാം, ഞാൻ പറയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് മോളിക്കിനെ എന്തോന്നു മോളെ. നീ ഇറങ്ങ, നമുക്ക് താലി വാങ്ങിക്കാൻ പോവാം. ഇത് ഞാൻ ഇപ്പം സെറ്റാക്കി തരാം കേട്ടാ. ഓക്കെ ഡൺ. അങ്ങനെ ആ തലവേദന തീർന്നു. എന്നാലും അവൻ അവളെ ഇഷ്ടമാവും. അയ്യാടാ 24 മണിക്കൂറും കിടപ്പ്. ഡാ എന്തേടാ ഇങ്ങനെ 24 മണിക്കൂർ കിടന്നോണ്ടിരുന്നാലേ പിത്തം പിടിക്കൂടാ, പിത്തം. നിങ്ങൾ എന്താണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. തിരികെ റെസ്റ്റ് എടുക്കാനാ? ഓ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നീ എന്തോന്ന് മല മറിച്ചിട്ട് കൊടുക്കാൻ റെസ്റ്റ് എടുക്കണത്? മല മറിച്ചല്ല റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല, നിയമം വല്ലതും ഉണ്ടാ? അറിയാൻ പറ്റണ്ട ചോദിക്കുകയാണ് അണ്ണാ. ഞാനേ ഒരു ട്രാവൽ കഴിഞ്ഞിട്ട് വന്ന ആളാണ്. അപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവകാശം എനിക്കുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാണ്. അതാ ടേയ് കാര്യം പറയണ്ണ. നിന്റെ അടുത്തേ ഈ വീട്ടിലെ ഒരു പെണ്ണിന് ഭയങ്കര പ്രേമം. ഓ നീ എന്ന് പറഞ്ഞാൽ അവള് ചാവും, നീ ജീവനാണെന്ന്. അതെ അതൊക്കെ പറയാം. പക്ഷെ അതിനു മുമ്പ് നീ എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്ക്? നീ ആ പെണ്ണിനെ കെട്ടുവോളൂ എന്നുള്ളൊരു വാക്ക് എനിക്ക് തരണം. അടാ കെട്ടൊക്കെ പിന്നുള്ള കാര്യമില്ല, അതൊക്കെ വിട്, അതൊക്കെ നമുക്ക് പറയാം. നാളായിരുന്നെന്ന് പറയാം. ആള് വേറെ ആരുമല്ല, കനകമല്ലേ, കനകം. എടാ കനകേ നിന്റെ വെങ്കിടി അളിയല്ലേ, അളിയന്റെ ചേച്ചിയുടെ മോളുണ്ടല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ, കനകം. അവള് അവളുടെ കൊട്ടേഷൻ അവിടെ ഉള്ള അവളുടെ ശല്യം സഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നത്. ഇവിടെ എനിക്ക് സമാധാനമില്ലേ? അവളുടെ കാര്യം പറഞ്ഞ ആരെങ്കിലും ഞാൻ കൊല്ലും. പറയൂ നീ അവരുടെ കാര്യം പറയൂ. വേറെ ആരെയും കാര്യം പറഞ്ഞാൽ അവരുടെ കാര്യം പറയല്. മനസ്സിലായ? ചത്തോലും കുഴപ്പമില്ല, ജയിലിൽ പോയാൽ തയ്യാറാ. ഇത്രക്കായോ? ഓരോ കൊട്ടേഷൻ പിടിച്ചിട്ട് അവളെന്ത് നിങ്ങൾക്ക് തന്ന്? അവളെന്ത് നിങ്ങൾക്ക് തന്ന്? എന്താ തന്ന്? നിങ്ങളെ വലയിലാക്കി എന്നടാ ഇത്? എപ്പ നോക്കിയാലും രണ്ടും കൂടി തല്ലപ്പെടുത്തോ. ഇപ്പൊ എന്നെ പ്രശ്നം തോന്നിവാസം പറഞ്ഞ ഒന്നുമില്ല തങ്കച്ചി, തമാശക്ക്. തമാശക്കാ? ഇനി മുതലേ തമാശ കാണിക്കുമ്പോ ഇങ്ങനെ ശബ്ദം കുറച്ച് തമാശ കാണിക്കണം കേട്ടല്ലോ.